ട്രാൻസ്മിഷൻ രംഗത്തെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇൻസുലേഷൻ ഫെയിലിയർ, മരങ്ങളും മറ്റും ലൈനിന് മുകളിലേക്ക് വീഴുന്നത് മുതലായ പലവിധ കാരണങ്ങളാൽ ഫോൾട്ട് എന്നത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയ കാര്യമല്ല. എന്നാൽ ഒരു ഫോൾട്ട് ഉണ്ടായാൽ കഴിയുന്നത്ര വേഗത്തിൽ, പ്രാക്ടിക്കലി മില്ലി സെക്കൻഡുകൾ കൊണ്ട് ഫോൾട്ട് ഉണ്ടായ ഭാഗം സ്വിച്ച് ഓഫ് ചെയ്ത് എക്യുപ്മെൻറ്റിനുണ്ടാകുന്ന ഡാമേജിൻ്റെ തീവ്രത കുറയ്ക്കേണ്ടതാണ്. ഫോൾട്ട് അല്ലാത്ത മറ്റ് സിസ്റ്റം ഡിസ്റ്റർബൻസുകളോ ലോഡിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോ ഒന്നും തന്നെ ഫോൾട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വിച്ച് ഓഫ് ചെയ്യപ്പെടാൻ ഒരു തരത്തിലും ആവരുത്. അങ്ങനെ സംഭവിക്കുന്നത് അനാവശ്യമായ പവർ ഇൻ്ററപ്ഷന് കാരണമായേക്കാം. അതേപോലെ ഫോൾട്ട് ഉണ്ടായ ഏറ്റവും കുറഞ്ഞ ഏരിയ മാത്രം ഓഫ് ചെയ്ത് ഫോൾട്ട് ഇല്ലാത്ത ഭാഗത്ത് പവർ ഔട്ടേജ് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇതിനായി ഫോൾട്ട് എന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ട്രിപ്പ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്ത് ട്രിപ്പ് ചെയ്യാനുള്ള കമാൻഡ് നൽകുന്ന ഉപകരണത്തെ പ്രൊട്ടക്റ്റീവ് റിലേ എന്ന് വിളിക്കുന്നു. റിലേയിൽ നിന്നുള്ള ട്രിപ്പ് കമാൻഡ് സ്വീകരിച്ചോ, മാനുവലായി നൽകുന്ന ഓഫ് കമാൻഡ് സ്വീകരിച്ചോ ലൈവിലുള്ള ഒരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാനും തിരികെ അത് ഓൺ ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണത്തെ സർക്യൂട്ട് ബ്രേക്കർ എന്നും വിളിക്കുന്നു. ഫോൾട്ട് എന്നത് കൃത്യമായി തിരിച്ചറിയുന്നതിനായി സിസ്റ്റം കറണ്ട്, സിസ്റ്റം വോൾട്ടേജ് എന്നിവ റിലേ സദാസമയവും മെഷർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. കറണ്ട് മാത്രം മെഷർ ചെയ്യുന്നതിനോടെ ഒരു ഓവർ കറണ്ട് റിലേക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമ്പോൾ, കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യുന്നതിലൂടെ ഒരു ഡയറക്ഷണൽ ഓവർ കറണ്ട് റിലേക്കും വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്ത് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഇംപിഡൻസ് വാല്യൂ വെച്ച് ഒരു ഡിസ്റ്റൻസ് റിലേക്കും ഒരു ഫേസിലെ തന്നെ രണ്ടോ അതിലധികമോ ഇടങ്ങളിലെ കറണ്ട് മെഷർ ചെയ്ത് കമ്പയർ ചെയ്യുന്നതിലൂടെ ഒരു ഡിഫറൻഷ്യൽ റിലേക്കും തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സിസ്റ്റം കറണ്ട്, സിസ്റ്റം വോൾട്ടേജ് ഇതൊക്കെ സദാസമയവും റിലേ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സിസ്റ്റം കറണ്ട്, സിസ്റ്റം വോൾട്ടേജ് ഇവയൊക്കെ വളരെ ഉയർന്ന അളവിലുള്ള കറണ്ടും വോൾട്ടേജും ആയിരിക്കും. എന്നാൽ റിലേ എന്നത് വളരെ താഴ്ന്ന അളവിലുള്ള കറണ്ടും വോൾട്ടേജും കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതിനാൽ വളരെ ഉയർന്ന അളവിലുള്ള സിസ്റ്റം കറണ്ടിനെ നേർ അനുപാതത്തിൽ വളരെ താഴ്ന്ന അളവിലേക്ക് മാറ്റി റിലേക്ക് നൽകുന്നതിന് കറണ്ട് ട്രാൻസ്ഫോമർ അഥവാ CT എന്നറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിക്കുന്നു. അതേപോലെ വളരെ ഉയർന്ന അളവിലുള്ള സിസ്റ്റം വോൾട്ടേജിനെ നേർ അനുപാതത്തിൽ വളരെ താഴ്ന്ന അളവിലേക്ക് മാറ്റി റിലേക്ക് നൽകുന്നതിന് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ PT അഥവാ വോൾട്ടേജ് ട്രാൻസ്ഫോമർ VT എന്നൊക്കെ അറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിക്കുന്നു. സാധാരണയായി കറണ്ട് ട്രാൻസ്ഫോമറുകൾ 200 ബാർ 1 ആംപിയർ, 400 ബാർ 1 ആംപിയർ, 800 ബാർ 1 ആംപിയർ, 1000 ബാർ 1 ആംപിയർ, 2000 ബാർ 1 ആംപിയർ എന്നിങ്ങനെ വിവിധ റേഷ്യോകളിൽ സെക്കൻഡറി 1 ആംപിയർ ആയുള്ള CTകൾ യാർഡുകളിലും 200 ബാർ 5 ആംപിയർ, 400 ബാർ 5 ആംപിയർ, 1000 ബാർ 5 ആംപിയർ, 2000 ബാർ 5 ആംപിയർ എന്നിങ്ങനെ വിവിധ റേഷ്യോകളിൽ സെക്കൻഡറി 5 ആംപിയർ ഉള്ള CTകൾ ഇൻഡോർ പാനലുകളിലും ഉപയോഗിച്ചു വരുന്നു. CT സെക്കൻഡറി ബോക്സ് ഓപ്പൺ ചെയ്താൽ 1S1, 1S2, 1S3, 1S4, 2S1, 2S2, 2S3, 2S4, 3S1, 3S2, 3S3, 3S4, 4S1, 4S2, 4S3, 4S4 എന്നിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് സൂചിപ്പിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ക്ലാസ്സുകളിലുള്ള കോറുകൾ ഈ ഒരു CTയിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ 1S എന്നത് ഒരു ക്ലാസ്സിലുള്ള കോറും 2S എന്നത് മറ്റൊരു ക്ലാസ്സിലുള്ള കോറും
3s എന്നത് മറ്റൊരു ക്ലാസ്സിലുള്ള കോറും 4s എന്നത് മറ്റൊരു ക്ലാസ്സിലുള്ള കോറും ആണ്. അതേപോലെ S1 S2 കണക്ട് ചെയ്താൽ ഒരു റേഷ്യോയും, S1 S3 ആണെങ്കിൽ മറ്റൊരു റേഷ്യോയും, S1 S4 ആണെങ്കിൽ മറ്റൊരു റേഷ്യോയും കിട്ടുന്നു. ഉദാഹരണത്തിന് S1 S2 കണക്ട് ചെയ്താൽ 1000/1 ആംപിയർ, S1 S3 ആണെങ്കിൽ 800/1 ആംപിയർ, S1 S4 ആണെങ്കിൽ 400/1 ആംപിയർ എന്നിങ്ങനെ വിവിധ റേഷ്യോകൾ ഒരേ കോറിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രൈമറി പ്രൊട്ടക്ഷനായ ഡിസ്റ്റൻസ്, ഡിഫറൻഷ്യൽ മുതലായ റിലേകൾക്ക് കണക്ട് ചെയ്യുന്ന PS ക്ലാസ്, ബാക്കപ്പ് ഓവർ കറണ്ട് എർത്ത് ഫാൾട്ട് പ്രൊട്ടക്ഷനുകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന 5P10 ക്ലാസ്, മീറ്ററിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 0.2 അഥവാ 0.2s ക്ലാസ് എന്നിങ്ങനെ ഓരോ കോറിനും ഏത് ക്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അതിൽ ഏതൊക്കെ റേഷ്യോ ഉണ്ട് എന്നും ഉള്ള ഡീറ്റെയിൽസുകൾ CTയുടെ നെയിം പ്ലേറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ CTയുടെ ഏത് ക്ലാസ് കോറാണ് ഉപയോഗിക്കേണ്ടത് എന്നത് ഏത് ഉപയോഗത്തിനാണ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് പ്രൈമറി പ്രൊട്ടക്ഷൻ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ PS ക്ലാസ് കോർ ഉപയോഗിക്കണം. CTയുടെ നെയിം പ്ലേറ്റ് നോക്കിയാൽ ഏത് കോറാണ് PS ക്ലാസ് എന്ന് വ്യക്തമാകും. അതേപോലെ തന്നെ ഏത് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിച്ചാൽ, ഉദാഹരണത്തിന് 1s1 1s2 എന്നത് 1000/1 ആണ്, 1000/1 ആണ് നമുക്ക് ആവശ്യമുള്ള റേഷ്യോ എങ്കിൽ R5 CTയുടെ 1s1 1s2, Y5 CTയുടെ 1s1 1s2, B5 CTയുടെ 1s1 1s2 ഈ ടെർമിനലുകൾ വയർ ചെയ്ത് തൊട്ടടുത്തുള്ള കിയോസ്കിൽ എത്തിച്ചിരിക്കും. ഓരോ ഫേസിലും 2 വയറായി 6 വയറുകൾ കിയോസ്കിൽ എത്തിച്ചിരിക്കും. അവിടെ വെച്ച് ഈ 3 ഫേസിൻ്റെയും S2 ടെർമിനലുകൾ ഷോർട്ട് ചെയ്ത് സ്റ്റാർ പോയിന്റ് ആക്കി CT സർക്യൂട്ടിൽ ഉപയോഗപ്പെടുത്തുന്നു. കൺട്രോൾ റൂമിൽ ഉള്ള കൺട്രോൾ ആൻഡ് റിലേ പാനലിൽ ആയിരിക്കും റിലേകളും മീറ്ററുകളും ഫിക്സ് ചെയ്തിരിക്കുക. CT സെക്കൻഡറി സർക്യൂട്ടും PT സെക്കൻഡറി സർക്യൂട്ടും വയർ ചെയ്ത് ഈ പാനലിൽ ആണ് എത്തിച്ചിരിക്കുക. കൺട്രോൾ ആൻഡ് റിലേ പാനലിൻ്റെ സ്കിമാറ്റിക് ഡ്രോയിങ് നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും. ഓരോ ആവശ്യത്തിനും ഉള്ള CTയുടെ വ്യത്യസ്ത കോറുകൾ ഏതേത് ഫേസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തക്ക രീതിയിൽ കൺട്രോൾ ആൻഡ് റിലേ പാനലിലേക്ക് വയർ ചെയ്തിരിക്കും. അതായത് ആ വയറിങ്ങിൻ്റെ ഫെറൂൾ നോക്കിയാൽ പ്രൈമറി പ്രൊട്ടക്ഷനുള്ള PS ക്ലാസ് കോർ വയർ ചെയ്തിരിക്കുന്നത് A ഫെറൂൾ ഉപയോഗിച്ചിരിക്കും. R ഫേസ് ആണെങ്കിൽ 10 മുതൽ 29 വരെയും, Y ഫേസ് ആണെങ്കിൽ 30 മുതൽ 49 വരെയും, B ഫേസ് ആണെങ്കിൽ 50 മുതൽ 69 വരെയും, ന്യൂട്രൽ സ്റ്റാർ പോയിന്റ് ആണെങ്കിൽ 70 മുതൽ 89 വരെയും നമ്പർ ചെയ്തിരിക്കും. അതായത് പ്രൈമറി പ്രൊട്ടക്ഷനുള്ള R ഫേസിനെ A11 എന്നും, Y ഫേസിനെ A31 എന്നും, B ഫേസിനെ A51 എന്നും, ന്യൂട്രൽ പോയിന്റിനെ A71 എന്നും ഫെറൂൾ ചെയ്തിരിക്കും. ഇതേപോലെ ബാക്കപ്പ് കോർ C ഫെറൂൾ ഉപയോഗിച്ച് C11, C31, C51, C71 എന്ന് ഫെറൂൾ ചെയ്തിരിക്കും. മീറ്ററിംഗ് കോറിനെ R ഫേസിനെ D11 എന്നും, Y ഫേസിനെ D31 എന്നും, B ഫേസിനെ D51 എന്നും, ന്യൂട്രൽ സ്റ്റാർ പോയിന്റിനെ D71 എന്നും ഫെറൂൾ ചെയ്തിരിക്കും. ഇതേ രീതിയിൽ PT സർക്യൂട്ടിനെ R ഫേസിനെ E11 എന്നും, Y ഫേസിനെ E31 എന്നും,
ബി ഫേസിനെ E51 എന്നും ന്യൂട്രൽ പോയിന്റിനെ E71 എന്നും ഫെറോൾ ചെയ്തിരിക്കും. ഒന്നിലധികം പ്രൈമറി പ്രൊട്ടക്ഷനുകൾ മെയിൻ 1 മെയിൻ 2 എന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും മറ്റും LV സൈഡും HV സൈഡും CT പോയിന്റുകൾ വയർ ചെയ്ത് കൺട്രോൾ ആൻഡ് റിലേ പാനൽ എത്തിക്കുന്ന സമയത്തും ഫെറോൾ നമ്പറിങ്ങിന് ഒരു ഡിജിറ്റ് കൂടെ ചേർത്ത് A111, A131, A151, A171 എന്ന ഒരു സർക്യൂട്ടും A211, A231, A251, A271 എന്ന അടുത്ത സർക്യൂട്ടും ആയും ഫെറോൾ ചെയ്യാറുണ്ട്. വോൾട്ടേജ് ട്രാൻസ്ഫോമർ അഥവാ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സർക്യൂട്ടിൽ ഫ്യൂസ് അല്ലെങ്കിൽ MCB ഉപയോഗിച്ചിരിക്കും. രണ്ട് ഫേസുകൾ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആകുന്നതോ ഒരു ഫേസ് എർത്തുമായി ഷോർട്ട് സർക്യൂട്ട് ആകുന്നതോ ആയ സന്ദർഭങ്ങളിൽ PT സെക്കൻഡറി വൈൻഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത് ഗുണകരമാണ്. എന്നാൽ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ CTയുടെ സെക്കൻഡറി സർക്യൂട്ട് യാതൊരു കാരണവശാലും ഫ്യൂസ് അല്ലെങ്കിൽ MCB ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമുക്കറിയാം, ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സർക്യൂട്ട് യാതൊരു കാരണവശാലും ഓപ്പൺ ആകാൻ പാടില്ല. നമുക്കറിയാം, ഒരു സാധാരണ പവർ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിന് അക്രോസ് നമ്മളൊരു റേറ്റഡ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് ഒഴുകുകയും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ട്രാൻസ്ഫോമർ കോറിലൂടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ലിങ്ക്ഡ് ആയതിനാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസിന് പ്രൊപ്പോർഷണലായി സെക്കൻഡറി വൈൻഡിങ്ങിന് അക്രോസ് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെയുള്ള കറണ്ട് എന്നത് സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രമായിരിക്കും. എന്നാൽ സെക്കൻഡറി വൈൻഡിങ് ലോഡ് ചെയ്യപ്പെടുമ്പോൾ ആ ലോഡ് കറണ്ടിന് പ്രൊപ്പോർഷണലായ ഒരു പ്രൈമറി കറണ്ടും കൂടെ അഡീഷണലായി പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ ഒഴുകുന്നു. ആ സമയത്ത് സെക്കൻഡറി ആംബിയർ ടേൺ പ്രൊപ്പോർഷണലായി ഉള്ള ഒരു ഫ്ലക്സും പ്രൈമറി ആംബിയർ ടേൺ പ്രൊപ്പോർഷണലായുള്ള ഒരു ഫ്ലക്സും ഉണ്ടാകുമെങ്കിലും അത് അന്യോന്യം ക്യാൻസലായി പോകുന്നതിനാൽ നമുക്കറിയാം, പ്രൈമറി സെക്കൻഡറി ആംബിയർ ടേൺ ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ് വരിക. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫ്ലക്സുകൾ അന്യോന്യം ക്യാൻസലായി പോകുന്നത് കൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കോറിൽ എപ്പോഴും അപ്ലൈഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന ഒരു മാഗ്നറ്റൈസിങ് ഫ്ലക്സ് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്കറിയാം, ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് സിസ്റ്റത്തിന് സീരീസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കറണ്ട് എന്നത് യാതൊരു രീതിയിലും കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എത്ര ലോഡ് ചെയ്യുന്നു എന്നതിൻ്റെ പ്രൊപ്പോർഷണലായുള്ള ഒരു കറണ്ട് അല്ല, മറിച്ച് അത് സിസ്റ്റം കറണ്ട് ആയിരിക്കും. സിസ്റ്റത്തിൽ ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ഫോൾട്ട് കറണ്ട് ഉൾപ്പെടെ CTയുടെ പ്രൈമറിയിൽ കൂടെ ഒഴുകുന്നു. അതിന് പ്രൊപ്പോർഷണലായ ഒരു സെക്കൻഡറി കറണ്ട് CTയിൽ കൂടെ ഒഴുകേണ്ടതാണ്. അതായത് CTയെ നമുക്കൊരു കറണ്ട് സോഴ്സായി കണക്കാക്കാം. CT സെക്കൻഡറി വൈൻഡിങ് ഓപ്പൺ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു കൂടിയ ഇമ്പിഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, CTയുടെ പ്രൈമറി വൈൻഡിങ് എന്നത് ഒരു ടേൺ, ചിലപ്പോഴൊക്കെ 2 ടേൺ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ സെക്കൻഡറി വൈൻഡിങ് എന്നത് കൂടിയ ടേൺസുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ CT സെക്കൻഡറി ഓപ്പൺ ആയിരിക്കുമ്പോൾ CT സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ഉയർന്ന വോൾട്ടേജ് ഉണ്ടാവുകയും അവിടെ നിന്നും ഷോക്ക് ഏൽക്കാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ പ്രൈമറി വൈൻഡിങ്ങിൽ മാത്രം ഫ്ലക്സ് ഉണ്ടാവുകയും അത് യാതൊരു രീതിയിലും സെക്കൻഡറി വൈൻഡിങ്ങിൽ ഓപ്പോസ് ചെയ്യുന്ന ഒരു ഫ്ലക്സ് ഉണ്ടായി ആംബിയർ ടേൺ ബാലൻസിങ് നടക്കാത്തത് കൊണ്ട് കോറിൽ ഉയർന്ന ഫ്ലക്സ് ഉണ്ടാവുകയും കോറ് സാച്ചുറേറ്റ് ചെയ്ത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഒരു കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സർക്യൂട്ട് ഓപ്പണായി പോകാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും
എടുക്കേണ്ടതാണ്. മൾട്ടിപ്പിൾ കോർ ഉള്ള CT ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിനകത്ത് ഏതെങ്കിലും കോർ ഉപയോഗിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ പ്രസ്തുത കോറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് ടെർമിനലുകൾ ഷോർട്ട് ചെയ്ത് CTയെ സേഫായി വെക്കേണ്ടതാണ്. ന്യൂമറിക്കൽ റിലേയെ നമുക്കൊരു എംബഡഡ് കമ്പ്യൂട്ടർ സിസ്റ്റമായി കണക്കാക്കാം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കണക്കെ ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, വോളറ്റൈൽ നോൺ വോളറ്റൈൽ മെമ്മറി യൂണിറ്റ്, ഇതൊക്കെ ചേർന്നതാണ് ഒരു ന്യൂമറിക്കൽ റിലേ. ന്യൂമറിക്കൽ റിലേ ഫങ്ഷൻ ചെയ്യുന്നതിനായി ഒരു ഓക്സിലറി പവർ സപ്ലൈ ആവശ്യമാണ്. സാധാരണയായി സ്റ്റേഷൻ ബാറ്ററിയിൽ നിന്നുള്ള 110 വോൾട്ട് DC ആണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുക. ഇൻപുട്ട് യൂണിറ്റ് എന്നത് ഡിജിറ്റൽ ഇൻപുട്ട് യൂണിറ്റും അനലോഗ് ഇൻപുട്ട് യൂണിറ്റും ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഇൻപുട്ട് എന്നാൽ ബൈനറി സ്റ്റേറ്റിലുള്ള CB ഓപ്പൺ, CB ക്ലോസ് മുതലായ കണ്ടീഷനുകൾ റിലേ സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് യൂണിറ്റിൽ കൂടെയാണ്. അനലോഗ് ക്വാണ്ടിറ്റിയായ CT സെക്കൻഡറി കറണ്ട്, PT സെക്കൻഡറി വോൾട്ടേജ് മുതലായവ റിലേ സ്വീകരിക്കുന്നത് അനലോഗ് ഇൻപുട്ട് യൂണിറ്റിൽ കൂടെയാണ്. നമുക്കറിയാം, ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അനലോഗ് ക്വാണ്ടിറ്റി അതിന് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ അനലോഗ് സിഗ്നലുകളായി സ്വീകരിക്കുന്ന CT സെക്കൻഡറി കറണ്ട്, PT സെക്കൻഡറി വോൾട്ടേജ് മുതലായവയെ സാമ്പിൾ ചെയ്ത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നലായി കൺവേർട്ട് ചെയ്ത് ഹാഫ് സൈക്കിൾ DFT, 1 സൈക്കിൾ DFT, ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ മുതലായ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഫേസർ എസ്റ്റിമേഷൻ നടത്തുന്നു. അങ്ങനെ സിഗ്നലിനകത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഇത്ര, ഹാർമോണിക് ക്വാണ്ടിറ്റി ഇത്ര എന്നൊക്കെ റിലേ മനസ്സിലാക്കിയെടുക്കുന്നു. സാമ്പിൾ ടു സാമ്പിൾ കമ്പാരിസൺ മെത്തേഡ്, സൈക്കിൾ ടു സൈക്കിൾ കമ്പാരിസൺ മെത്തേഡ് മുതലായ മെത്തേഡുകളിൽ കൂടെ ഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഫോൾട്ട് കൺഫേം ചെയ്തതിന് ശേഷം ട്രിപ്പ് ഡിസിഷൻ എടുക്കുകയും ഡിജിറ്റൽ ഔട്ട്പുട്ട് യൂണിറ്റിൽ കൂടെ, ഡിജിറ്റൽ ഔട്ട് കോണ്ടാക്റ്റുകളിൽ കൂടെ ഡയറക്റ്റായി സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യാൻ വേണ്ട കമാൻഡ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ 86 മുതലായ ഓക്സിലറി റിലേകളിൽ കൂടെയും സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യാൻ വേണ്ട കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നു. സീക്വൻസ് കമ്പോണൻറ്റുകൾ വേർതിരിച്ചെടുക്കുന്നതിലൂടെ ഫോൾട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫേസ് ഫോൾട്ടാണ്, ഇന്ന ഫേസുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫോൾട്ടാണ്, ഇന്ന ഫേസ് ടു ഗ്രൗണ്ടാണ് ഫോൾട്ടായിട്ടുള്ളത് എന്ന് റിലേ തിരിച്ചറിയുന്നു. ഇത് വെച്ച് ഫോൾട്ട് ലൂപ്പ് കാൽക്കുലേഷൻ നടത്തി ഫോൾട്ട് ലൊക്കേഷൻ കൃത്യമായി നൽകുന്നതിന് റിലേക്ക് സാധിക്കുന്നു. ഫോൾട്ട് സമയത്തെ ഫോൾട്ട് ഡാറ്റയും ഫോൾട്ടിന് തൊട്ട് മുമ്പുള്ള പ്രീ ഫോൾട്ട് ഡാറ്റയും സ്റ്റോർ ചെയ്യാനും അതിനെ CT റേഷ്യോയും PT റേഷ്യോയും മറ്റുമായി മൾട്ടിപ്ലൈ ചെയ്ത് പ്രൈമറി വാല്യൂവിൽ തന്നെ കാണിക്കാനും റിലേക്ക് സാധിക്കുന്നു. ഇങ്ങനെ ഫോൾട്ട് ഡാറ്റയും പ്രീ ഫോൾട്ട് ഡാറ്റയും സേവ് ചെയ്ത് റിലേയിൽ സൂക്ഷിക്കുന്നത് പിന്നീടുള്ള ഫോൾട്ട് അനാലിസിസ് ആവശ്യങ്ങൾക്ക് വളരെയേറെ ഉപയോഗപ്രദമാകുന്നു. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയതിനാൽ തന്നെ വിവിധ പ്രോഗ്രാമുകൾ ഒരേ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് റിലേകൾ, ഉദാഹരണത്തിന് ഡിഫറൻഷ്യൽ റിലേ, ഡിസ്റ്റൻസ് റിലേ, ഓവർ കറണ്ട്, എർത്ത് ഫോൾട്ട്, ഓവർ ഫ്രീക്വൻസി, അണ്ടർ ഫ്രീക്വൻസി, DF/dt മുതലായ പല രീതിയിലുള്ള റിലേ ഫംഗ്ഷനുകളും ഒരേ റിലേക്കുള്ളിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ന്യൂമറിക്കൽ റിലേക്ക് സാധിക്കുന്നു. താങ്ക് യു.